മൈ ഡിയർ സ്റ്റുഡൻസ്, 2020 മെയ് മാസത്തിൽ CA ഫൗണ്ടേഷൻ്റെ എക്സാം എഴുതാൻ പോകുന്ന അനിയന്മാരോടും അനിയത്തിമാരോടും രണ്ട് വാക്ക്. ഒരുപക്ഷെ നിങ്ങളിൽ പലരും നവംബർ മാസത്തിൽ എക്സാം എഴുതി തോറ്റ് മെയ് മാസത്തിലെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, ആദ്യമേ നിങ്ങളുടെ മനസ്സിലുള്ള ടെൻഷൻ അങ്ങ് മാറ്റിവെക്കുക, എക്സാമിനോടുള്ള പേടി മാറ്റിവെക്കുക. ഞാൻ തോറ്റുപോയി എനിക്കിത് കിട്ടുമോ എന്നുള്ള ചിന്ത, ഒരു ആശങ്ക തീർച്ചയായിട്ടും മനസ്സിൽ നിന്ന് അങ്ങ് മാറ്റിവെക്കുക. എന്നിട്ട് നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഒരുപക്ഷെ +2 വരെ നല്ല മാർക്ക് മേടിച്ച് പാസ്സായ നല്ല അക്കാഡമിക് ഹിസ്റ്ററിയുള്ള കുട്ടികളായിരിക്കും നിങ്ങളിൽ പലരും. ഒരുപക്ഷെ ആദ്യമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു തോൽവി അറിഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അനിയന്മാരും അനിയത്തിമാരും ഒരു കാര്യം ഓർക്കുക, ആ ടെൻഷൻ അങ്ങ് മാറ്റിവെച്ചിട്ട് പ്രിപ്പയർ ചെയ്യുക. നമുക്കറിയാം, നമ്മുടെ ലൈഫിൽ ഒരു ദിവസം 24 മണിക്കൂറാണ് നമുക്കുള്ളത്. ആ 24 മണിക്കൂറിൽ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. നമുക്ക് ഉറങ്ങാനായിട്ട് ഒരു 6 മണിക്കൂർ മാറ്റി വെക്കുക, നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് ഒരു 2 മണിക്കൂർ മാറ്റി വെക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങളൊരു പേഴ്സണൽ ടൈം ടേബിൾ നിങ്ങൾ സെറ്റ് ചെയ്യുക. ആ ടൈം ടേബിളിൽ തന്നെ നിങ്ങൾക്ക് ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം, ഒരു ദിവസം 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ സമയം പഠനത്തിന് മാറ്റിവെക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ്. അക്കാഡമിക്സിനെ സാരമായി ബാധിക്കുന്നത് എന്തൊക്കെയാണ് നമുക്കറിയാം. നമ്മുടെ മൊബൈൽ ഫോൺ, വാട്സപ്പ്, ഫേസ്ബുക്ക്, സിനിമ, വെറുതെ ഇരുന്ന് സമയം കളയുക, ഉറങ്ങുക, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോവുക, ഇതൊക്കെ അങ്ങ് മാറ്റിവെക്കുക. ഇതൊക്കെ അക്കാഡമിക്സിനെ സാരമായി ബാധിക്കുന്ന, ഇതിനൊക്കെ ഒരു താൽക്കാലികമായിട്ടൊരു വിരാമം ഇടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ടെമ്പററി ആയിട്ടുള്ളൊരു മാറ്റിവെക്കൽ മാത്രമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പേപ്പറൊക്കെ റെഫർ ചെയ്ത് പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ, പഠിച്ചതോ പഠിച്ചുകൊണ്ടിരിക്കുന്നതോ ആയിട്ടുള്ള പാഠ്യഭാഗങ്ങളിലെ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അത് ഫാക്കൽറ്റിയുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും അത് ക്ലിയർ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ പലപ്പോഴും പലരുടെയും മനസ്സിലുള്ളൊരു ചിന്ത, ബ്രൈറ്റ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻറ്റിന് അല്ലെങ്കിൽ അത്രത്തോളം ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻറ്റിന് മാത്രമുള്ളതാണ് CA എന്നുള്ളതാണ്. ആ ഒരു ചിന്ത ഒരു കാരണവശാലും നിങ്ങളുടെ മനസ്സിനെ ശല്യപ്പെടുത്താതിരിക്കട്ടെ. കാരണം ഇത് ഒരു ടഫസ്റ്റ് കോഴ്സല്ല, ഇതൊരു ഹാർഡ് വർക്കിംഗ് കോഴ്സാണെന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാവട്ടെ. ആവറേജ് സ്റ്റുഡൻസിനൊക്കെ നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നല്ല രീതിയിൽ പാസ്സാകാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ് CA. കാരണം നിങ്ങളുടെ അക്കാഡമിക്സിനോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ്, ഒരു ഡെഡിക്കേഷൻ, ഒരു സിൻസിയറിറ്റി, അത് മാത്രമാണ് പാസ്സാകാൻ വേണ്ട ഒരു വിജയം. യുവാക്കളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച വ്യക്തിയായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം സർ. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങളുടെ സ്വപ്നവും നിങ്ങളുടെ ഭാവിയെപ്പറ്റി, നിങ്ങളുടെ കരിയറിനെ പറ്റിയുള്ളതായിരിക്കട്ടെ. ഉറക്കത്തിൽ നിങ്ങളെ ശല്യപ്പെടുത്തേണ്ടതും ഇത് തന്നെ ആയിരിക്കട്ടെ. നിങ്ങളുടെ ഭാവി എങ്ങനെ ശോഭനമാക്കാം എന്നതിനെ പറ്റി ആയിരിക്കട്ടെ. ഇനിയുള്ള 2 മാസം അല്ലെങ്കിൽ 2.5 മാസം വളരെ ക്രൂഷ്യലാണെന്നുള്ള കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. മെയ് മാസത്തിൽ തന്നെ എക്സാം എഴുതി നല്ല മാർക്ക് മേടിച്ച് CA ഇൻ്ററിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ബോധ ഗ്രൂപ്പ് പാസ്സായി, ആർട്ടിക്കിൾഷിപ്പ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് CA ഫൈനലിന് വേണ്ട പ്രിപ്പറേഷൻസ് നടത്തി അതും നല്ല മാർക്കും മേടിച്ച് പാസ്സായി, ഞാൻ ഇത്രാമത്തെ വയസ്സിൽ ഞാൻ നല്ലൊരു കമ്പനിയിൽ പ്ലേസ്ഡ് ആകും എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അതിനനുസരിച്ച് നിങ്ങൾ കാര്യങ്ങളെയും സമയത്തെയും വളരെ നല്ല രീതിയിൽ ക്രമീകരിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ശോഭനമായൊരു ഭാവി ആശംസിക്കുന്നു. ഒപ്പം എല്ലാവിധ ഭാവങ്ങളും. താങ്ക് യു.